സ്തുതിക്കട്ടെ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ, ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിലും മറ്റു ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ ദിവസവും നടക്കുന്ന ശുശ്രൂഷകളെ അധികരിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏറെ ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ധ്യാനിച്ച് ദൈവകൃപയിൽ നിറയാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്. കർത്താവേ, അങ്ങയുടെ ദിവ്യസ്നേഹത്തെ ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും കർത്താവേ, ഈ പ്രത്യേക കാലഘട്ടത്തിലെ ഞങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങളിൽ അതിജീവിക്കുവാൻ ആവശ്യമായ ആത്മാഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ നില പരിങ്ങലിലായിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് ഈ സമയത്ത്, ഒരു ക്രിസ്തീയ വിശ്വാസി ഇങ്ങനെ ഒരു ആപൽ സന്ധിയിൽ വാട്ട് ഷുഡ് ബി അവർ അപ്രോച്ച്, വിശേഷവിഹിതമായ ഒരു പോസിറ്റീവ് അപ്രോച്ച് എന്താണ്, ഇതിനെക്കുറിച്ച് വിട്ടുതടങ്കലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്താണ്. ഇപ്പം ഞാനെപ്പോഴും ചിന്തിച്ചത് വിശുദ്ധ പൗലോസപ്പോസ്തലൻ്റെ അനുഭവങ്ങളാണ്. അത് എനിക്കും ഗുണം ചെയ്യും, നിങ്ങൾക്കും ഗുണം ചെയ്യും. പൗലോസപ്പോസ്തലൻ്റെ കുറേ 14 ലേഖനങ്ങളോളം നമ്മൾക്കുണ്ട്. അതിശക്തമായ ദൈവ അനുഗ്രഹ അഭിഷേകമായ വചനങ്ങളാണ്. അതിൽ പ്രസൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. പ്രസൻറ്റ് ലെറ്റേഴ്സ്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിസൺ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തടങ്കൽ കാലത്ത് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ തടങ്കലിലായിരുന്ന ഒരു കാലമുണ്ട്. ആ തടങ്കലിൽ ജയിലിൽ വെച്ച് കയ്യാമം വെച്ച് കാലേലും കയ്യിലും ചങ്ങലയിട്ട് ഒരു മുറി കുറ്റിയെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലം. അതാണ് പ്രസൻ. അപ്പോഴും വിലങ്ങ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശ്വാസിയുടെ ഒരു ജീവിതം അങ്ങനെയാണേ. വിശ്വാസത്തിന് ലീവില്ലല്ലോ, സുവിശേഷ സാക്ഷ്യത്തിന് ലീവില്ല. വിലങ്ങെങ്കിൽ വിലങ്ങോടുകൂടിയാണ് നമ്മളെ കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഫിലിപ്പിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ പോലെ ഫിലിപ്പിയ ദേശം ഉണ്ടായിരുന്നു. അവിടെ ഒരു സഭയുണ്ടായിരുന്നു. അപ്പോൾ ഈ പൗലോസിൻ്റെ മിഷൻ യാത്രകളിലെല്ലാം സഹായിച്ച ആൾക്കാരാണ് ഫിലിപ്പീൻസ്. അത് ചോദിക്കാതെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് ഭയങ്കര നന്ദിയുണ്ട് ഫിലിപ്പിയരോട്. അപ്പോൾ ഈ വിലങ്ങിലാണെങ്കിലും ഈ അകതം പിടിച്ച അവസ്ഥയിലാണെങ്കിലും ആ കടപ്പാട് ഭയങ്കര ഹൃദ്യമാണ്. ഈ അപ്പോസ്തലന്മാരുടെയൊക്കെ ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തലിക് ട്രഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടപ്പിൽ വരുത്തുന്ന ലിറ്റർജിയാണ്. ആരാധനക്രമത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ അപ്പോസ്തല പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രാധാന്യം കൊടുക്കേണ്ടതെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് അപ്പോസ്തല പാരമ്പര്യം വേറെ ഉണ്ട്. എന്താണ്? വിലങ്ങ്, എൻ്റെ കയ്യിൽ വിലങ്ങ് അണിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതണമെന്ന് പറയും. ഇപ്പം പൗലോസ് തന്നെ ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടത്. അത് അപ്പോസ്തല പാരമ്പര്യമാണ്. ഏത് കൊറോണ ആയാലും, ഏത് മുടിയും വായും മുഖം മൂടിക്കെട്ടിയ അവസ്ഥയായാലും സുവിശേഷ സാക്ഷ്യത്തിന് വിശ്വാസിക്ക് ലീവില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോസ്തല പാരമ്പര്യ പ്രകാരം ഏത് ക്ലേശകാലങ്ങളിലും സന്തോഷത്തോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും എനിക്ക് എന്നെ സഹായിച്ചവരും നിലനിർത്തിയവരുമായിട്ടുള്ള എല്ലാവരോടുമുള്ള കടപ്പാടുകൾ തീർക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് പറയണത് ഇപ്പോൾ തെസ്സലോനിക്ക ഫിലിപ്പി ലേഖനം 1:12 അദ്ദേഹത്തിൻ്റെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്തെങ്കിലും ആമുഖമായിട്ടിത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ അടുത്ത വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഫിലിപ്പിയർ 1:12 സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞേ, സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായിരിക്കുന്നത്. അപ്പൊ ഈ സംഭവിക്കുന്ന ഓരോ ക്ലേശങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വിശ്വാസ സാക്ഷ്യത്തിന്, സുവിശേഷ സാക്ഷ്യത്തിന്, സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്നാണ് അപ്പോസ്തലൻ ചിന്തിക്കുന്നത്. അതാണ് അപ്പോസ്തലികമായ വിചാരമെന്ന് പറയുന്നത്.
അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും how it favor to the proclamation of the gospel, കർത്താവിൻ്റെ സാക്ഷ്യത്തിന് അതെന്തുമാത്രം ഫേവറാകും, വേറെ ചിന്തയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിലെ സംഭവിക്കുന്ന ക്ലേശങ്ങള് എൻ്റെ വിശ്വാസത്തിന്റെ സാക്ഷീകരണത്തിന് ഉതകുന്ന വിധം ക്രമീകരിക്കപ്പെടുവാൻ എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലിൻചു കുരുവിള. ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, മക്കൾ മരിയ, നെയ്തൻ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 18 ഓൺലൈനായിട്ടാണ്. അതിനുശേഷം ഒരു 2 മാസങ്ങൾ കഴിഞ്ഞ് നവംബർ 18 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ പുതുക്കലിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ മാതാവ് നൽകിയ വലിയൊരു അത്ഭുതം പറയാനാണ് ഞാനിപ്പോൾ ആദ്യമേ പറയുന്ന അതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു വേസ്റ്റ് മൂടി കിടക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു 9 വർഷമായിട്ട്. ആ 9 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിനുശേഷം അന്നേരം പോകുമ്പോൾ ആ കിണറ്റിൽ വെള്ളം വളരെ കുറവായിരുന്നു. കുറച്ച് കലങ്ങിയ വെള്ളം, താഴെ മാത്രം, ഒട്ടും ഒരടി പോലും ഹൈറ്റിൽ വെള്ളമില്ല. അതിൽ കുറച്ച് ഓയിലൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. നമ്മളത് യൂസ്ലെസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ 9 വർഷം കഴിഞ്ഞ് 2022 ഞങ്ങൾ വീണ്ടും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു. അപ്പോൾ കാണുന്നത് ആ കിണറിൽ ഏകദേശം 27 അടിയിൽ കൂടുതൽ താഴ്ചയുള്ള കിണറാണ്. അതിൻ്റെ 23 അടിയോളം ഹൈറ്റിൽ വേസ്റ്റ് നിറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കിണർ മണ്ണിറക്കി മൂടണം. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് മണ്ണിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി കുറേ നാളത്തേക്ക് മാസങ്ങളോളം ടോക്കണൊന്നും ഫ്രീ ഇല്ല, കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് വിട്ടു. അതിനുശേഷമാണ് ഞാൻ 2023 ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു, ഒരു ആൻറ്റി പറയുന്നുണ്ട്, അവർ കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല. അപ്പോൾ കൃപാസന അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കിണറിൽ നല്ല ഉറവ വന്നെന്നും വെള്ളം വന്നെന്നും. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഈ കിണറിൻ്റെ കാര്യം സമർപ്പിച്ചുകൂടാന്ന്. ഞാനങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ അമ്മയുടെ ചെറിയ കാശുരൂപം ആയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയത്. ആ കുർബാനയിൽ ഉടനീളം ഞാൻ ഈ കിണറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. തിരികെ വന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമാണ്. തിരികെ വന്ന് ഞാൻ കിണറ്റിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഈ കിണർ മൂടുന്നതാണ് ദൈവഹിതമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മണ്ണുകാരെ കാണിച്ചു തരണം. അതല്ല ഇത് കിണറായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അമ്മ ഇതിൽ വെള്ളം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയറിപ്പോയി അമ്മയുടെ കാശുരൂപം ഇട്ടിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ മറന്നുപോയി. ഉച്ച കഴിഞ്ഞ് മോനെ വിളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കിണറിൻ്റെ വേസ്റ്റിൻ്റെ മേളിലായിട്ട് 1.5 അടി ഹൈറ്റിൽ ഞാൻ വെള്ളം കണ്ടു. സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ എത്ര ഹെവി റെയിൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ ആ കിണറ്റിൽ ഒരു ശകലം പോലും വെള്ളം കണ്ടിട്ടില്ല. അങ്ങനെ അത് 3 ദിവസം അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 പേര് നിന്ന് 3 ദിവസം പണിതിട്ടാണ് ആ വേസ്റ്റെല്ലാം ഒരു ടിപ്പർ ലോറിയിലും പിന്നെ ഒരു മിനി വാനിലുമായിട്ടാണ് മാറ്റിയത്. ഞാൻ അതിന് വന്ന പണിക്കാരോടെല്ലാം അമ്മയും ഈശോയെയും കുറിച്ചെല്ലാം പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു നോക്കാം, വെള്ളം കാണാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ താഴെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കാശുരൂപവും ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം
വീണ്ടും ഇട്ടു. എൻ്റെ കയ്യിൽ വേളാങ്കണ്ണിയിലെ മണ്ണും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞാൻ വീണ്ടും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 റിങ് ഹൈറ്റിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുണ്ട്. ഞങ്ങളത് അക്വേറിയത്തിലേക്കും പ്ലാന്റ്സിനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം, ഒരു അത്ഭുതം. അതിനുശേഷം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് രോഗസൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് അഡിനോമയോസിസ് എന്നൊരു കണ്ടീഷൻ എൻ്റെ യൂട്രസിലുണ്ടായിരുന്നു. ഞാൻ 2023 മാർച്ചിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിങ് ആയിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും, ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. അങ്ങനെ മാർച്ചിൽ എനിക്ക് പീരീഡ്സോടുകൂടി ഹെവി ബ്ലീഡിങ് വന്നു. 7 ദിവസമായിട്ടും അത് സ്റ്റോപ്പ് ആകുന്നില്ല. അതൊരു ട്യൂസ്ഡേ ആണ്. അന്ന് രാവിലെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ഈശോയെ എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ട്യൂസ്ഡേ ആണ്. അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആദ്യം പറഞ്ഞത് ഈ വാക്യമാണ്. അപ്പോൾ ഞാൻ ആ ഇരുപ്പിൽ തന്നെ ആ സാക്ഷ്യം മുഴുവൻ കണ്ടു തീർത്തു. അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നീട് ഇന്ന് വരെ 2023 പിന്നീട് ഇന്ന് വരെ എനിക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. നോർമൽ പീരീഡ്സ് ആയിട്ട് വരുന്നു. പെയിനും ഇല്ല, വളരെ അന്ന് വന്ന പോലെയുള്ള പെയിനൊന്നും ഇല്ല. പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 29 വർഷമായിട്ട് സൺബേൺ അലർജിയും ഹെഡ് ഏക്കും ഉണ്ടായിരുന്നു. ഹെഡ് ഏക്ക് ഈ സൺബേൺ അലർജി വരുമ്പോഴാണ്, വെയിൽ കൊള്ളുമ്പോഴാണ്. ഞാൻ കുട പിടിച്ചാലും എനിക്ക് പ്രശ്നമായിരുന്നു. മുഖത്തെല്ലാം റെഡ് പാച്ച് വരും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഓയിൻമെൻറ്റ്, സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2024 ജപമാല റാലിയിൽ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ വന്നപ്പോൾ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുട പിടിച്ചോ അല്ലെ ഇനി പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട പിടിച്ചാൽ എനിക്ക് ജപമാല ചൊല്ലാൻ അത് ഡിസ്റ്റർബൻസ് ആവുന്നുള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് പിന്നീട് സൺബേൺ അലർജിയും വന്നിട്ടില്ല, വെയിലും കൊണ്ടുള്ള ഹെഡേക്കും വന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. ഹസ്ബൻഡിന് ഫേസിലെല്ലാം സിസ്റ്റിക് ആക്നെ വരുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ആക്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻറ്റിബയോട്ടിക് എടുത്താൽ മാത്രമേ അത് കുറയത്തുള്ളായിരുന്നു. പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് ബാൻഡേജ് ഒട്ടിച്ച് പോകേണ്ട അവസ്ഥ, ഫേസിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അത് ഇന്ന് വരെയും ഹസ്ബൻഡിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇനി അടുത്തതായിട്ട് എൻ്റെ മോൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. മോളുടെ കാലിൽ ഒരു ആക്രോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാലിലെ സ്കിന്നിൽ, വിരലിൻ്റെ അടിയിൽ അത് സ്കിന്നെല്ലാം പീലായി, സംടൈംസ് ബ്ലഡ് വരും, പസ്സു വരും, ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അപ്പം ഷൂസും സോക്സും ഒന്നും ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് കഴിഞ്ഞ വർഷം മുഴുവൻ മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു, കുറവുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മോൾക്ക് ഈ വർഷമെങ്കിലും ആദ്യം തുടങ്ങി ഫുൾ യൂണിഫോമിൽ സ്കൂളിൽ പോകാൻ സാധിക്കണം, അമ്മ സഹായിക്കണം, അമ്മ മോളെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന കാലമാണ്. ഇപ്പോൾ ഒരു 98% മോൾക്ക് സൗഖ്യം ലഭിച്ചു. പൂർണ്ണമായും മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.
പിന്നെ മോള് ആത്മീയമായിട്ട് ഒത്തിരി മാറി. 2024 ജപമാല റാലിയിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് വരാനിരുന്നത്. പക്ഷെ മോള് പറഞ്ഞു എനിക്കും വരണമെന്ന്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ മനസ്സില്ലായിരുന്നു, കാരണം ആളധികം നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മോള് പറഞ്ഞു എന്നെ അമ്മ വിളിക്കുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മോള് നടന്നോളും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, അത് നിന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യാഞ്ഞത്. പക്ഷെ മോളെ കൊണ്ടുവന്നു. അതിന് പെട്ടെന്ന് മോള് 2 ദിവസം കൊണ്ട് ജപമാലയെല്ലാം പഠിച്ചു. അതിനുശേഷം മോള് തിരിച്ചു ചെന്നപ്പോൾ മുതൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ജീവിതവും നയിച്ചു വരുന്നു. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇത്രയാണ് ഞങ്ങൾക്ക് ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങൾ. പക്ഷേ ആത്മീയമായി ഒത്തിരി ഞങ്ങളെ ഈ കൃപാസനത്തിൽ വന്നതിലൂടെ ഞങ്ങൾ ആഴപ്പെട്ടു. എൻ്റെ ഒരു സിസ്റ്റർ വഴിയാണ്, സിസ്റ്ററിൻ്റെ കൊളീഗിൻ്റെ ഒരു സാക്ഷ്യം അയച്ചു തന്നതിലൂടെയാണ് ഞങ്ങൾ ഇവിടെ വരാനിടയായത്. ഞങ്ങൾ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഈ മോന് കൊടുത്ത ഒരു രോഗസൗഖ്യത്തിലൂടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അമ്മ കൂടെയുണ്ട് ധൈര്യമായിരിക്കാനായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഉടമ്പടി ജീവിതം നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റും, എനിക്ക് പ്രത്യേകിച്ചും ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും 2 ലൈഫാണ്. ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാ സൺഡേയും കുർബാനയ്ക്ക് പോകും. മക്കൾ സൺഡേ സ്കൂള്, ഫാമിലി പ്രെയർ, ബൈബിൾ റീഡിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈശോയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. എൻ്റെ ബൈബിൾ റീഡിംഗ് ഒക്കെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും, കാരണം എളുപ്പം മനസ്സിലാവും, വായിക്കാം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ 3 പ്രാവശ്യം ബൈബിള് മുഴുവനും വായിച്ചു. 4ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ വായിക്കുകയല്ല കേട്ടോ, ഞാൻ ആഴത്തിൽ ഈശോയെ സ്നേഹിച്ച് എനിക്ക് ബൈബിള് വായിക്കാനുള്ള ഒരു കൃപ കിട്ടി. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അധികം ഓർക്കാറില്ല. പിന്നെ എനിക്ക് സഹനങ്ങൾ ധാരാളം ഉണ്ട്, ഉടമ്പടിയിലാണെങ്കിലും സഹനങ്ങളുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എത്ര ഹെവി ഹാർട്ടഡ് ആയിരുന്നാലും എനിക്ക് ഒരു ജപമാലയുടെ ദൂരം മാത്രമേ ഉള്ളൂ ആ വേദനയെല്ലാം പോയി ഞാനൊന്ന് ലൈറ്റ് ആവാൻ. ഞാൻ രാവിലെ ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലും. ആ സമയങ്ങളിലെല്ലാം അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഞാൻ പോലും അറിയില്ല എൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ എവിടെ പോയെന്നുള്ളത്. അത്രത്തോളം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ 3 പ്രാവശ്യം മഴവില്ല് കണ്ടിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും മെഴുകുതിരിയിൽ വരാറുണ്ട്. കൂടുതലും പച്ചത്തിരിയിലാണ് അമ്മയുടെ സാന്നിധ്യം കാണാറുള്ളത്. സുഗന്ധാഭിഷേകം പലതവണ ലഭിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഞാനും മക്കളുമായിട്ടിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപം ഉണ്ടാകും. ഒരിക്കൽ കാശുരൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കും അമ്മയുടെ സുഗന്ധാഭിഷേകം ആ ജപമാല ചൊല്ലി തീരുവോളം ലഭിച്ചു. മഴവില്ലിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജൂലൈയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ അമേരിക്കയിൽ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ആ 3 ദിവസവും മഴവില്ലിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, അമ്മ എനിക്ക് സുഗന്ധാഭിഷേകമായിട്ടും മെഴുകുതിരിയിലും എല്ലാം അമ്മ എനിക്ക് വരും, പക്ഷേ മഴവില്ല് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞാൻ മോളെ ട്യൂഷനാക്കി തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഒരു ഓട്ടോയിൽ കയറി ആൾക്ക് കൃപാസന പത്രം കൊടുത്തു. ഒരു കൊച്ചു പയ്യനാണ്. ആ പയ്യൻ പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസ് വിശ്വാസിയാണ്, എനിക്കിത് വിശ്വാസമില്ല മാതാവിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീടെത്തുവോളം എൻ്റെ കിണറിൻ്റെ സാക്ഷ്യവും മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ലഭിച്ച അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞു. ആൾ വലിയ ഹാപ്പിയായി തിരിച്ച് വന്നിറങ്ങി.
ഞാൻ മഴവില്ല് അന്ന് തന്നെ ഞാൻ മഴവില്ല് കണ്ടു. പിന്നീട് ഈ 2025 കഴിഞ്ഞ മാസം ഞങ്ങൾ 4 പേരുടെ ജപമാല റാലിയിൽ വന്നു. മാരാരി ബീച്ച് എത്തിയപ്പോൾ മോൻ പറഞ്ഞു കുറച്ച് സമയം ഒന്ന് ഇരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിനെ ഫേസ് ചെയ്തിരുന്നപ്പോൾ അവിടെയും ഞങ്ങൾ മഴവില്ലിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇതൊക്കെയാണ്. ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, നിരവധി അനവധി അനുഭവങ്ങൾ ഉണ്ട് മാതാവ് തന്നത്. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ RCCയിൽ എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇവിടെ ഒരു സാക്ഷ്യത്തിൽ, ഒരു ആർമി ഓഫീസറുടെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു RCCയിൽ സൺഡേയിൽ ക്യാൻറ്റീൻ ഇല്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ സൺഡേയിൽ 25 പൊതിയോളം ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വേറെ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പേരൂടെ വന്ന് അറൗണ്ട് 50 ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ സൺഡേയും ആശാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു മാനസിക രോഗികളുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോൾ പുറത്തിറങ്ങിയാലും ആരെയും സഹായിക്കും. നീഡി ആയിട്ടുള്ളവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ഒത്തിരി പേര് റോഡിലൊക്കെ കാണും, അവർക്കെല്ലാം ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അവരവരുടെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവർക്ക് കൃപാസനത്തെക്കുറിച്ചും പറയും. പിന്നെ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സ്നാക്കാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കും, മണി കൊടുക്കാറുണ്ട്. 2 ഫാമിലിയെ ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാ മാസവും സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ മിക്ക മാസങ്ങളിലും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് 4 ബാഗോളം പത്രം വാങ്ങാറുണ്ട്. എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. കൂടുതലും റോഡിലൂടെ ഞാൻ നടക്കും. എന്നിട്ട് കേൾക്കാൻ ക്ഷമയുള്ളവരോട് എൻ്റെ അനുഗ്രഹങ്ങളും ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എല്ലാം പറയും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും ബസ്സിലും ബസ് സ്റ്റോപ്പിലും ഹോസ്പിറ്റലിലും പള്ളിയിലും എല്ലായിടത്തും ഞാൻ കൊടുക്കും. ചിലരൊക്കെ റിജക്റ്റ് ചെയ്യും, പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങൾ കൂടുതലും വളരെ സന്തോഷത്തോടെ മേടിക്കുന്നതാണ്. കാശുരൂപവും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തേനും എല്ലാം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. മാക്സിമം ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണാൻ ശ്രമിക്കും. ഞാനത് എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് അമ്മയുടെ കരം പിടിച്ച് ഈശോയെ സ്നേഹിച്ച് എനിക്ക് നിത്യതയോളം പ്രവേശിക്കണം എന്നാണ് ആഗ്രഹം. കുറവുകളുണ്ട്. അമ്മ എന്നിരുന്നാലും ഞങ്ങളെ, എൻ്റെ കുടുംബത്തെയും കരുതി ഇത്രത്തോളം എത്തിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.